ഹായ് ഫ്രണ്ട്സ്, സിനിഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് സിനിമ അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ബാക്ക് ടു ബാക്ക് റിലീസിനായി ഒരുങ്ങിയിരിക്കുകയാണ് സുരേഷ് ഗോപി ചിത്രങ്ങൾ. വരാഹം, JSK എന്നിവയാണ് റിലീസിനായി തയ്യാറെടുക്കുന്ന പുതിയ സുരേഷ് ഗോപി ചിത്രങ്ങൾ. മികച്ച പ്രതികരണം നേടിയിരിക്കുകയാണ് ബേസിൽ നായകനായ പൊന്മാൻ എന്ന സിനിമ. മികച്ച പ്രേക്ഷക പ്രതികരണവുമായി ചിത്രം തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസം ഏകദേശം 80 ലക്ഷം രൂപയോളമാണ് ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കളക്ഷൻ വർദ്ധിക്കുമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഒരു പ്രതികരണം സൂചിപ്പിക്കുന്നത്. ഇൻഡോർ ഷൂട്ടിങ്ങിൻ്റെ സെറ്റ് വർക്ക് തീർന്ന ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, മമ്മൂട്ടി എന്നിവർ ഒന്നിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കും. പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് ടെക്നോ ത്രില്ലർ സിനിമയായിരിക്കും. നിവിൻ പോളിയുടെ പുതിയ സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ്. സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം പാലക്കാട് ബേസ് ചെയ്തായിരിക്കും ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായിരിക്കും മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന ചിത്രം. ഇപ്പോൾ പുറത്തുവരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് മാജിക് ഫ്രെയിംസിൻ്റെ മുഴുവൻ തിയേറ്ററുകളും എമ്പുരാൻ്റെ റിലീസിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രം മാർച്ച് 27 റിലീസ് ചെയ്യും. ചിത്രത്തിൻ്റെ ആദ്യ കട്ട് ഏകദേശം 3 മണിക്കൂറോളം ദൈർഘ്യമുള്ളതാണ്. ആദ്യ ഭാഗം പോലെ തന്നെ എമ്പുരാനും ഏകദേശം 3 മണിക്കൂറോളം ലെന്ത് കാണുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഏറ്റവും ഫാൻ ബേസ് ഉള്ളതും അതോടൊപ്പം തന്നെ വ്യൂവർഷിപ്പുമുള്ള കൊറിയൻ സീരീസായ സ്ക്വിഡ് ഗെയിമിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സീരീസിൻ്റെ 3rd സീസണുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ജൂൺ 27 സീരീസിൻ്റെ 3rd സീസൺ റിലീസ് ചെയ്യും. സീരീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുതിയൊരു പോസ്റ്റർ കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു. ഉദയനാണ് താരം എന്ന മോഹൻലാൽ ചിത്രം ഇപ്പോൾ റിലീസിനായി തയ്യാറെടുക്കുകയാണ്. ഫെബ്രുവരിയിലായിരിക്കും ചിത്രം റിലീസ് നടത്തുക. അതോടൊപ്പം തന്നെ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് മുമ്പായിട്ട് തന്നെ സിനിമയുടെ ആദ്യ ഭാഗമായ ലൂസിഫറും റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായ ആൻ്റണി പെരുമ്പാവൂർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 100 കോടി ക്ലബിൽ ഇടം നേടിയ ഉണ്ണിമുകുന്ദൻ്റെ പാൻ ഇന്ത്യൻ ചിത്രമായ മാർക്കോയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ഡിജിറ്റൽ സ്ട്രീമിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ചിത്രത്തിൻ്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലിവാണ്. സോണി ലിവ് വഴി ചിത്രം ഫെബ്രുവരി 14 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. വയലൻസ് കാരണം A സർട്ടിഫിക്കറ്റ് കിട്ടിയ മലയാളം സിനിമയായിരുന്നു മാർക്കോ. എമ്പുരാൻ ടീസറിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടീസർ ലോഞ്ചിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി ഒരു ക്യാമിയോ റോളിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫാൻ തിയറികളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഖുറേഷി എബ്രഹാം എന്നത് മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രമല്ലാതെ 2 കഥാപാത്രങ്ങളാണ് എന്ന തരത്തിലുള്ള പല ഫാൻ തിയറികളും ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നുണ്ട്. അതിലെ ഖുറേഷി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ കഥാപാത്രമായിരിക്കും എന്ന തരത്തിലുള്ള റൂമറുകൾ. എന്നാൽ ഈ റൂമറിനെ എല്ലാം തന്നെ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് സിനിമയുടെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ മമ്മൂട്ടി കാണില്ല എന്ന്. എന്നാൽ US-ഉം UK പോലുള്ള സ്ഥലങ്ങളിലെ മറ്റ് പ്രധാനപ്പെട്ട അഭിനേതാക്കൾ ഈ ഒരു സിനിമയുടെ ഭാഗമായിരിക്കുമെന്നും കൂടി ഇപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ പൃഥ്വിരാജ് സ്ഥിരീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.